ഈ ഈവനിങ് ടൈമിൽ കുക്ക് ചെയ്യാന്ന് വെച്ചാൽ അതിനോളം മടിയായിട്ട് എനിക്ക് വേറെ ഒന്നുമില്ല കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്ക് എന്തെങ്കിലും നേരത്തിന് വയറ്റിലെത്തണ്ടേ. അപ്പോൾ ഡിന്നറിന് കഴിക്കാൻ ഇവിടെ ഒന്നുമില്ലായിരുന്നു. ഇന്നലത്തതൊക്കെ വെച്ചിട്ടാണ് ഉച്ചക്ക് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ നൈറ്റിൽ എന്തായാലും കുക്കിംഗ് അത്യാവശ്യമാണ് കേട്ടോ. അപ്പം ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുളിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതുപോലെ ചപ്പാത്തിയും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊച്ചുള്ളി നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം സമയം എടുത്തു. ഒന്നാമത് ലേറ്റായി മടിച്ച് അവിടെ ഇരുന്നതാണ് കേട്ടോ. പിന്നെ അതാ ജടപടേന്ന് വേഗം തീർക്കാണ്. കുട്ടികളൊക്കെ ഡിന്നർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകം ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ സവാളയും കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല പോലെ വാടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ ചപ്പാത്തിക്കുള്ള മാവും കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുക്കട്ടെ. ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും മസാലപ്പൊടികളാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. എൻ്റെ ഞണ്ട് റോസ്റ്റ് പറഞ്ഞാൽ ഞാൻ പൊക്കി പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ആക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് കുറച്ച് അധികം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എൻഡ് റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതങ്ങ് വറ്റിച്ചെടുക്കാണ്ടോ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ ചപ്പാത്തി വലിയ ഉഷാറായില്ലെങ്കിലും പിന്നെ വരുന്നതൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ലാസ്റ്റായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒറ്റിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുട്ടിയൊക്കെ വിശക്കുന്നുണ്ടെങ്കിലും അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യണം എന്നാണല്ലോ പൊതുവേ പറയാറുള്ളത്. അങ്ങനെ ഇതാ കഴിച്ചിട്ടുണ്ട്. സംഭവം കിടുവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ആക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കണേ.